This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ദിവ്യപുരം തട്ടുമ്മൽ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെയും പ്രതിഭകളെയും ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ക്ഷേത്രം കമ്മിറ്റി അംഗം PP രാജൻ മാസ്റ്ററെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. അനുമോദന യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് മൂലയിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. TP ചന്ദ്രൻ, U വിനോദ്, M സജീവൻ, ശ്രീനിഷ് P രാജൻ, അനുപല്ലവി ചന്ദ്രൻ, പ്രീത, M കൃഷ്ണൻ, രൂപേഷ് തൈവളപ്പിൽ എന്നിവർ സംസാരിച്ചു. വളരെ കാലമായി SSLC, +2 വിജയികൾക്ക് ഇതുപോലെ ചടങ്ങ് നടത്തി വളരെ ഗംഭീരമായ ആദരവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട രാജൻ മാസ്റ്ററുടേതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും ആദ്യമായി ഒരാൾ ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, തീർത്തും പിന്നാക്കാവസ്ഥയിലുണ്ടായിരുന്ന തട്ടുമ്മൽ പ്രദേശത്ത് നിന്നും വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടി അദ്ദേഹത്തിൻ്റെ പ്രതിബന്ധങ്ങൾ നമുക്കറിയാം. ഒരു കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. അന്ന് പഠന സൗകര്യങ്ങളില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് മാത്രമല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മറ്റ് പരാധീനതകളും ഒക്കെ ഉണ്ടായിട്ടും രാജൻ മാഷ് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്മാറിയില്ല. അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, കൃത്യമായ അർപ്പണബോധം ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലേക്ക് കൃത്യമായി അദ്ദേഹം നടന്നെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ തട്ടുമ്മൽ ഏറെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ചടങ്ങാണിത്. പക്ഷേ അതിൻ്റെ ഗൗരവം നമ്മുടെ മെമ്പർമാർ എത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളത് ഈ സദസ്സ് കണ്ടാലറിയാം. നമ്മൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്നാണ് എനിക്ക് ആദ്യമായി ആമുഖമായി പറയാനുള്ളത്. ഒരുപാട് കാലം ലോകവും ഒരുപാട് മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ചൊക്കെ കുറേ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമേ ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ ഇന്ന് ഞാനിപ്പോൾ ഒരു പരിപാടി പകുതിക്ക് വെച്ച് വരികയാണ്. കാരണം ഈ പരിപാടിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്ഷേത്ര മെമ്പർമാർക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് രാജൻ മാഷ് നേടിയെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകയാവുന്ന ഒരു വ്യക്തിത്വമാണ് രാജൻ മാഷത് എന്ന് എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. അതിനുശേഷമുള്ള തലമുറയിലുള്ള ആളുകൾക്കും പുതുതായി ഒരുപക്ഷെ വിവാഹം ചെയ്തിവിടെ വന്ന ആളുകൾക്കൊന്നും അറിയില്ലായിരിക്കാം. സാധാരണയുള്ള ഒരു പഠനത്തിന് അപ്പുറത്തേക്ക് നമുക്ക് വൈഡായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ആ പ്രബന്ധം അവതരിപ്പിച്ച് അതിന് അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ലൊരു പരിശ്രമം അതിനുവേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വായനയുടെ ഒരു വലിയ ലോകത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ PhD എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പോൾ രാജൻ മാഷുടെ ഒരു വലിയ അധ്വാനം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ നേട്ടം അദ്ദേഹത്തിന് കൈവരിക്കാൻ വേണ്ടി സാധിച്ചത്. മാഷ് +2 SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ കണക്കാ തട്ടുമ്മൽ നാടിനെ അഭിമാനിക്കാവുന്ന ഒരു വിജയം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മുടെ രാജൻ മാഷിലൂടെ ഇപ്പോൾ നേടിയിരിക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുടെ ഒക്കെ ഒരു ഡ്രീമായിരിക്കും PhD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം അതിൻ്റെയൊക്കെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കായാലും രാജൻ മാഷിനെ ഒരു റോൾ മോഡൽ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ രാജൻ മാഷ് നേടിയെടുത്ത ആ വിജയത്തിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ രാജൻ മാഷ് വലിയൊരു കാര്യമാണ് PhD കിട്ടുക എന്നുള്ളത്. ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും ഡിഗ്രി ചെയ്യുന്ന. ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു കാര്യമാണ്. എൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾ നൽകിയ ഈ അനുമോദനത്തിനും ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു. വളരെ അഭിമാനത്തോടു കൂടിയാണ്, ഒപ്പം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാൻ ജനിച്ച് വളർന്ന ഈ നാട്ടിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിൽ നിന്നൊരു അംഗീകാരം, അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും സന്തോഷം നൽകുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നേരത്തെ ചന്ദ്രേട്ടൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എൻ്റെ ഈ
ഓപ്പൺ ഡിഫൻസ് എന്ന് പറയുന്ന പ്രബന്ധാവതരണവും PhD അവാർഡും നടക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് വെച്ച്. ഉടനെ തന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് അറിയുകയും അതിന് മുന്നേ നിശ്ചയിച്ച പരിപാടിയുടെ ഭാഗമായിട്ട് ഇതുകൂടി നടത്തിയാൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയും സൂചിപ്പിച്ചതുപോലെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയുടെ ഭാഗമായി ചേർന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.